രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. മുൻപ് നമ്മൾ കോൺഗ്രസിനൊപ്പം BJP-ക്കൊപ്പം ഒക്കെ തന്നെ ആചാര സംരക്ഷണം നിന്നിരുന്നു. അന്നാണ് ഇതിൽ എതിർത്ത് നിന്നിരുന്നത് LDF ആയിരുന്നു. ഇതിപ്പോ അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. സത്യം എന്ന് പറയുന്നത് സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു മാറ്റം വന്നു ഇല്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരിന് പങ്കെടുക്കുകയും സർക്കാരിന് വലിയ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രാഷ്ട്രീയ നിലപാട് മാറ്റമായി അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അവിടെ നമ്മൾ സമദൂര നിലപാട് തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. അപ്പൊ അതിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ, സർക്കാരിന്റെ വിശ്വാസത്തിലെടുക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തൊക്കെ മാറ്റങ്ങൾ ഇടത് സർക്കാരിന് എങ്ങനെയാണ് മാധ്യമങ്ങളോട് കെറിവിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് സമദൂരം തന്നെയാണ്, സമദൂരത്തിലെ ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ കാണിച്ചത്. ഈ അടുത്ത ഒരു രാഷ്ട്രീയ നിലപാടല്ല, രാഷ്ട്രീയ നിലപാട് ഇപ്പോഴും സമദൂരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞൊഴുകിയാണ് സുകുമാരൻ നായർ ചെയ്യുന്നത്. ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും വേറെ കാര്യം എന്താ പറയാനാണ്, ആളുകൾ വരരുതെന്ന് പറയാനിപ്പോ. സാർ, ഈ 30-ാം തീയതി അവധി NSSന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ നൽകിയത്. ഞങ്ങളും ആവശ്യപ്പെട്ടു. പിന്നെ ആരൊക്കെ ആവശ്യപ്പെട്ടെന്ന് എനിക്കറിയാൻ വേണ്ടി. അങ്ങനെ യോഗത്തിലൊരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു, മറ്റുള്ളവരും ആവശ്യപ്പെട്ട് കാണും. കോൺഗ്രസിന്റെ പുതിയ നേതാക്കൾ വന്നതിന് ശേഷമാണോ നിങ്ങൾ അകന്നു തുടങ്ങിയത്? പുതിയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു. എന്തിനാ പിന്നെ നിങ്ങൾ ഇട്ട് കുഴയ്ക്കുന്നു? രാഷ്ട്രീയമായ പ്രത്യക്ഷ ചോദ്യങ്ങളോട് സുകുമാരൻ നായർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങളെ എന്നെ കുഴയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം. ജോസി ബാബു ചേരുന്നു വീടുമായി. ജോസി, എന്താണ് സുകുമാരൻ നായർ പറഞ്ഞതിന്റെ ആകെ തുക? അജിംസെ, എന്തായാലും ഇന്ന് നടന്ന യോഗത്തിൽ വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഴുവൻ അംഗങ്ങളും പുറത്തിറങ്ങിയ ശേഷം ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ തങ്ങൾ അംഗീകരിക്കുന്നു. നിലപാട് മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ വിശദീകരണം യോഗത്തിൽ നൽകിയെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ഇതാണിന്ന് നടന്ന സമ്മേളനത്തിന്റെ രാഗത്തുക. ഇപ്പോൾ അദ്ദേഹവും അതിനുശേഷം പുറത്തിറങ്ങിയ സുകുമാരൻ നായരുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി അല്ല തന്റെ പിന്തുണ എന്ന് അദ്ദേഹം യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് ഉണ്ടായിട്ടുണ്ട് ഈ വിശ്വാസ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. മറ്റു പല ഇതിൽ നിന്നും ഇതുവരെയും NSS പിന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ സർക്കാർ ഒരു ശരി ചെയ്തു. അപ്പോൾ ആ ശരിയെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അതിനെ പ്രശംസിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ NSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് പങ്കെടുത്ത 300 പ്രതിനിധികളിൽ ഒരാൾ പോലും ഒരു വിമർശനത്തിന്റെ സ്വരം ഉയർത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അക്കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണവും
പൂർവ്വ തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. കൂടാതെ ഈ 30-ാം തീയതി നവരാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവധി അടക്കമുള്ള കാര്യങ്ങളിൽ NSS നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യങ്ങളിൽ അടക്കം അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഈ പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിഷേധങ്ങളെ പബ്ലിസിറ്റിയായാണ് കാണുന്നത്, തന്റെ രാഷ്ട്രീയം താൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്ന് യോഗത്തിന് മുമ്പായി പറയുകയും ചെയ്തു. എന്തായാലും ഇന്ന് പൂഞ്ഞാറിൽ ഒരു കരയോഗത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധ സ്വരം ഉയർന്നിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളൊക്കെ തനിക്കൊരു പബ്ലിസിറ്റി അല്ലേ എന്നുള്ള പരിഹാസ രൂപേണയുള്ള മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തത്. എന്തായാലും ആർക്കും അത്തരത്തിലൊരു വിലക്ക് NSS കൽപ്പിച്ചിട്ടില്ല, ഇവിടേക്ക് ആർക്കും വരാമെന്നതാണ് അദ്ദേഹം ഇനി ആർക്കെങ്കിലും വിലക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ യോഗശേഷം അദ്ദേഹം തിരിച്ച് പെരുന്നയിലെ ഓഫീസിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അജിംസ്, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൃത്യമായൊരു മറുപടി പറയാൻ സുകുമാരൻ നായർ തയ്യാറായില്ല. താൻ